റിപ്പോർട്ട് ബ്രേക്കിംഗ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ മുന്നറിയിപ്പുമായി അടിമലത്തുറ ഇടവക. തീരദേശ ജനതയെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തെ തടയണമെന്നും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്നവരായി മത്സ്യത്തൊഴിലാളികൾ മാറുമെന്നും ഇടവക വികാരി ഫാദർ ഷാബിൻ ലീൻ പറഞ്ഞു. ഇപ്പോൾ ഇതിന്റെ ബാധിപ്പ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അടിമലത്തുറ തൊട്ട് പൊടിയൂര് വരെയുള്ള ജനവിഭാഗങ്ങളാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് അടിമലത്തുറയുള്ള നമ്മളാണ്. കാരണം അതിന്റെ പ്രവർത്തനങ്ങൾ നീണ്ടുവരുന്നത് നമ്മുടെ ഈ ദേശത്തേക്കാണ്. ഇനി അത് തൊട്ട് പുല്ലുവിള വരെ കപ്പൽ ചാലാണ്, കപ്പൽ പോകുന്ന ഇടമാണ്. ഇവിടെ നിന്ന് നമുക്ക് കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുവാനുള്ള നിയന്ത്രണം ഉണ്ടാകും. ഒരുപക്ഷെ അത് പൂർണ്ണമായിട്ട് നമുക്ക് ആ ഒരു സൗകര്യം നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ മത്സ്യബന്ധനത്തിനെ തന്നെ തടയുന്ന രീതിയിൽ നമുക്ക് കടലിലേക്ക് പ്രവേശനമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഒരുമിച്ച് നിന്നില്ല എങ്കിൽ നാളെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടേണ്ട ജനവിഭാഗങ്ങളായിട്ട് നമ്മൾ മാറും. വംശനാശ ഭീഷണി നേരിടുന്ന ആൾക്കാരായിട്ട് ഒരു വംശം തന്നെ ഇല്ലാതാകുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് തിരിച്ചറിയുക. 2250 കുടുംബങ്ങളുണ്ട്. ഈ 2250 കുടുംബങ്ങളും കുറച്ചുപേര് വാങ്ങിച്ച പാക്കേജിന്റെ പേരിൽ ഈ തീരം മുഴുവനും വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഭിന്നിപ്പിക്കുവാനായിട്ട് പലരും ശ്രമിക്കും. അത് ബോധപൂർവ്വം നമ്മൾ ആ ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ ബലം അത് തന്നെയാണ്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ വിഴിഞ്ഞത്തെ വികസനം പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതമായിട്ടാണ് വരുന്നത് എന്നുള്ളത് പലതവണ ലത്തീൻ സഭ ഓർമ്മിപ്പിച്ചാണ്. ഇപ്പോൾ മുന്നറിയിപ്പാണ് അടിമലത്തുറ ഇടവക നൽകുന്നത്. എന്താണ് അവരെടുക്കുന്ന നിലപാട്? അത് ഈ തെരഞ്ഞെടുപ്പിലും നിർണായകമാണല്ലോ. സ്മൃതി, തീർച്ചയായിട്ടും നിലവിൽ ഈ ആശങ്ക ഉയരാനായിട്ടുള്ള നിലവിലുള്ള സാഹചര്യം ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും ഒടുവിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് വിഴിഞ്ഞം രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 230 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനായിട്ടുള്ള തീരുമാനം മന്ത്രിസഭ അംഗീകരിക്കുകയും അതിനായിട്ടുള്ള പണങ്ങൾ അനുവദിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാലരാമപുരം അതുപോലെ തന്നെ കോട്ടപ്പുറം അടക്കമുള്ള ഭാഗങ്ങളിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒരു ഘട്ടത്തിലാണ് അടിമലത്തുറ തീരപ്രദേശത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാവുകയും ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് അടിമലത്തുറ ഇടവക വികാരിയായിട്ടുള്ള ഷാബിൻ ലീൻ ജനങ്ങൾക്ക് ഈ കുർബാന മധ്യയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നിലവിൽ നൽകിയിരിക്കുന്നത്. വലിയ ആശങ്കയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഡ്രഡ്ജിംഗ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതിനോടനുബന്ധിച്ച് തന്നെ കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികൾ കടലിലിറങ്ങിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞത്. കാരണം ഈ ആഴത്തിലുള്ള ഡ്രഡ്ജിംഗ് ആ തീരപ്രദേശത്തെ ജനങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് ഉൾക്കടലിലേക്ക് പോകാൻ കഴിയാത്ത വിധം തീരം കെട്ടിയടക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നിലവിൽ ഈ കപ്പൽച്ചാൽ ആരംഭിച്ചിരിക്കുന്നത് പൊഴിയൂർ മുതൽ അടിമലത്തുറ തീരം വരെയുള്ള പ്രദേശത്താണ്. ആ ഭാഗത്തെ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് ഇപ്പോൾ അടിമലത്തുറയിൽ മാത്രം തന്നെ 2250 കുടുംബങ്ങളാണ് ഈ ഇടവകയിൽ മാത്രമുള്ളത്. ആ കുടുംബങ്ങളിൽ ചിലർ മാത്രമാണ് ഈ പാക്കേജുകൾ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഭൂരിഭാഗം കുടുംബങ്ങൾക്കും മറ്റെവിടെയാണ് ഇപ്പോൾ കുടിയിറങ്ങി പോകാൻ കഴിയുക എന്നുള്ളത് വലിയ ആശങ്കയുണ്ട്. ആരും തന്നെ കുടിയിറങ്ങി പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കില്ല. വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങണമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇടവക വികാരി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതൊരു പരോക്ഷമായിട്ടാണെങ്കിൽ പോലും എന്തായാലും വലിയൊരു പ്രത്യക്ഷ സമരത്തിലേക്ക്, വീണ്ടും ഒരു സമരത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഭാഗത്ത് വലിയ പ്രതിഷേധങ്ങൾ നടന്നു വരികയാണ്. മത്സ്യത്തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ചും ഈ സമയം വലിയ രീതിയിൽ മത്സ്യബന്ധനത്തിന് പോകേണ്ടുന്ന ഒരു സമയമാണ്. വേനൽക്കാലമാണ്. മറ്റ് കാലാവസ്ഥാ വ്യതിയാന പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ തീരപ്രദേശത്ത് മത്സ്യങ്ങൾ ഇപ്പോൾ ഒരു പ്രജനന കാലം കൂടിയാണ്. ഈ ആഴത്തിലുള്ള ഡ്രഡ്ജിംഗ് ഈ മത്സ്യബന്ധനത്തിലുള്ള പ്രജനന കാലത്തെ കൂടി തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ സർക്കാർ വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള രൂക്ഷ വിമർശനമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. നിലവിൽ ഈ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള ഫിഷറീസ് മിനിസ്ട്രി, ലത്തീൻ അതിരൂപത അടക്കമുള്ളവർ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഭൂമി വിട്ടുകൊടുക്കാനാകില്ല എന്ന് തന്നെയാണ് സ്മൃതി അവർ അടിവരയിട്ട് പറയുന്നത്. ശരി, 230 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കാനുള്ള നീക്കം. അതിനെ തടയുമെന്നാണ് ഇപ്പോൾ ഇടവക വ്യക്തമാക്കുന്നത്.